അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനിങ്ങളെ, ഈ വർഷത്തെ റമളാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. ഏകദേശം പകുതി കഴിഞ്ഞു എന്നർത്ഥം. ഏകദേശം പറഞ്ഞതാണ്. ഈ 2 വെള്ളിയാഴ്ച രാവും കൂടി റമളാനിലുള്ളൂ. അള്ളാഹു തആല നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. നോക്കൂ, നമ്മളൊക്കെ പരലോക ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മരണത്തിന്റെ ശേഷം ഖബറിൽ ഒരു ജീവിതമുണ്ട്. അത് വിശ്വസിച്ചാലേ നമ്മൾ മോമിനീങ്ങളാവുകയുള്ളൂ. പിന്നീട് ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നും രണ്ടാമത്തെ ഊത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശർ എന്ന ഒരു വലിയ സമ്മേളന നഗരിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നന്മ തിന്മകളൊക്കെ വിചാരണ കഴിഞ്ഞ് ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അതല്ലെങ്കിൽ നരകത്തിലേക്കോ മനുഷ്യർ മുഴുവനും ജിന്നുകളും എത്തിപ്പെടുമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മളെ ഖൽബിൽ ശരിക്കും ഉറക്കണം. അപ്പോഴേ നമ്മൾ മുഅ്മിനാകുള്ളൂ. അള്ളാഹു നമ്മളെ നല്ല ഉറച്ച മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ നമ്മുടെ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മഹ്ശർ തന്നെയാണ്. എന്താണ് മഹ്ശർ എന്നോ എങ്ങനെയാണതെന്നോ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ചില വാചകങ്ങളിലൂടെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നല്ലാതെ കൂടുതലായി ഒന്നും അതിനെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മഹ്ശറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഭൂമിയിൽ നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യം അതിനുണ്ടാവുന്നതാണ്. അത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ സിസ്റ്റങ്ങള്, കാര്യങ്ങൾ, അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. എന്നാൽ അവിടുത്തെ ചില അവസ്ഥകൾ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താ പറയുന്നത്? അവിടെ ഒരു മനുഷ്യനും എന്റെ ശരീരം എന്നല്ലാതെ രണ്ടാമത്തെ ഒരു ആലോചന അവിടെ ഉണ്ടാവില്ല. അതാണ് മഹ്ശറിന്റെ പ്രത്യേകത. മഹ്ശറിൽ ആളുകൾ ഇങ്ങോട്ട് നിന്നിട്ട് എടങ്ങേറായിട്ട് അള്ളാഹു ഒന്ന് വിചാരണക്ക് വിളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ വിചാരണ കഴിഞ്ഞാൽ സ്വർഗത്തേക്കെത്താം, അല്ലെങ്കിൽ നരകത്തേക്കെത്താം. അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നു. നരകത്തിലേക്കായാലും സ്വർഗത്തിലേക്കായാലും അള്ളാഹു ഒന്ന് വിചാരണക്ക് നമ്മളെ വിളിച്ചാൽ മതിയേനു. കാരണം ആ സൂര്യന്റെ ചൂട്ടിൽ ഇങ്ങോട്ട് നിന്നിട്ട് ഒരു ചാൺ ഉയരത്തിലല്ലേ സൂര്യനുള്ളത്. എത്ര കിലോമീറ്റർ അകലെയാണെന്ന് സൂര്യനുള്ള നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. സൂര്യൻ അസ്തമിച്ചിട്ട് സമയം എത്ര നിങ്ങൾ നോക്കാണ്. 1 മിനിറ്റ് ഫാൻ ഓഫ് ആക്കി കണ്ട് നമ്മളെ കൊണ്ടിരിക്കാൻ കഴിയുന്നുണ്ട്? എവിടെ കഴിയണം? ഇതേ സൂര്യൻ നമ്മളെ തലക്ക് മീതെ ഒരു ചാൺ ഉയരത്തിൽ വന്നിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നറിയാതെ ഒരു അറ്റമില്ലാതെ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നിൽപ്പുകൾ നോക്കണം. മനുഷ്യനങ്ങട്ട് എടങ്ങേറായിട്ട് അവസാനം പറയും, അള്ളാഹു ഒന്ന് വിചാരണ ചെയ്തിട്ട് ഒന്നുകിൽ സ്വർഗത്തേക്കോ ഒന്നുകിൽ നരകത്തേക്കോ ഒന്ന് ആക്കി തന്നാൽ മതിയേനു. അപ്പൊ അള്ളാഹുവിനോടൊന്ന് വിചാരണയ്ക്ക് നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് റെക്കമെൻഡ് ചെയ്യണം. എന്ത് ചെയ്യും? എല്ലാ മനുഷ്യരും കൂടി ചെല്ലുകയാണ് ഇലാ ഹളറത്ത് നബിയില്ലാഹി ആദം അലൈഹിസ്സലാം. ആദം നബിയുടെ സമീപത്ത് ചെന്ന് മനുഷ്യർ പരാതി പറയുകയാണ്: ഈ മഹ്ശറിൽ നിന്ന് ഞങ്ങളാകെ തളർന്നിട്ടുണ്ടല്ലോ, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യുമോ? ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ പറയുമോ? അപ്പൊ ആദം നബി പറയും, നഫ്സി നഫ്സി, ഞാൻ എൻ്റെ ശരീരം ഓർത്ത് പേടിയിലാണ്. പണ്ടിനോട് ആ സ്വർഗത്തുനിന്ന് പഴം തിന്നരുത് എന്ന് പറഞ്ഞ് അത് തിന്നുകാണ്ടാണ് ഞാനിവിടെ വന്നിക്കണത്. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനോട് പറയാൻ കഴിയില്ല. ആരത് നോക്കണേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യലോകത്തെ കഴിയൊഴിയുകയാണ്. നൂഹ് നബിയുടെ സമീപത്ത് ചെല്ലുന്നുണ്ട്, മൂസാ നബിയുടെ സമീപത്ത് ചെല്ലുന്നുണ്ട്, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് ചെല്ലുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴുകയാണ്. എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി, ഞാൻ എൻ്റെ ശരീരത്തിന്റെ കാര്യമോർത്ത് പേടിയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ സമയത്ത് എനിക്ക് സാധ്യമല്ല.
അവസാനം എല്ലാവരും കൂടി എത്തിപ്പെടുകയാണ് ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലെത്തി നിൽക്കുമ്പോ അവിടുത്തോട് പറയുമ്പോ അവിടെ മാത്രമാണ് മഹ്ശറിൽ ഒരു മറുപടി പറയുക, ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാം. നബി തങ്ങൾ മാത്രം അർശിന്റെ അടുക്കൽ ചെന്നിട്ട് സുജൂദിലാണ് പോകും. കുറെ സമയം സുജൂദിലാണ്. ആ സുജൂദിൽ കടന്ന് കരയുമ്പോ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ ഇർഫഅ റസക്, നബിയെ നിങ്ങൾ തല ഉയർത്തൂ, എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ എന്നോട് പറയൂ, ഞാൻ ആവശ്യം സാധിപ്പിച്ചു തരാം. അള്ളാഹുവിനോട് വിചാരണയുടെ കാര്യം പറയുകയാണ്, ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് പറയുകയാണ്. മുത്തനബി തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു പറയുമ്പോഴാണ് അള്ളാഹു ഈ മനുഷ്യവർഗത്തെ വിചാരണക്ക് മാറ്റിവെക്കലെന്ന് ത്വാഹ റസൂലുള്ളാഹി. ഇത് മഹ്ശറെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു അറിവാണ്. പ്രധാന തന്നെ എന്താ നിങ്ങള്, മനുഷ്യന് സ്വന്തം ശരീരം അവിടെ ചെന്നുണ്ടാകുള്ളൂ എന്നാണ്. ഞാൻ എൻ്റെ ബാപ്പയെ കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല. എന്റെ മക്കൾ എന്നെ കാണുമ്പോ ദുനിയാവിലെ എന്റെ ഉപ്പയാണതെന്നുള്ള ഒരു പരിഗണന തരുമോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ബാപ്പുമാരോടും ഓരോ മക്കളോടും സ്നേഹത്തോടെ പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളായാലും അവിടെ അവർ നമ്മളെ പരിഗണിക്കുകയില്ല. കണ്ടാൽ ഓടും. എന്താ വാപ്പാ സുഖല്ലേ എന്ന് ചോദിച്ചുകാണ്ട് പോകല്ല. ഖുർആനിലെ ആയത്ത് അങ്ങനല്ലേ. ഞാൻ എന്റെ വാപ്പയെ കണ്ടാൽ ഓടും. എന്താ കാര്യം എന്നറിയങ്ങൾ, എന്റെ വാപ്പേറ്റ് എന്നോട് വല്ല സഹായം ചോദിച്ചാലോ എന്നുള്ള പേടിയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ കണ്ടാലോടും, മാതാപിതാക്കൾ മക്കളെ കണ്ടാലോടും. പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ. ഒരു മനുഷ്യൻ അന്ന് തന്റെ സഹോദരനെ കണ്ടാൽ ഓടുകയാണ്. വ ഉമ്മിഹി വ അബീ, സ്വന്തം ബാപ്പയെ കണ്ടാലും ഉമ്മയെ കണ്ടാലും ഓടുകയാണ്. വ സ്വാഹിബതിഹി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടാൽ ഒരു മനുഷ്യൻ ഓടുകയാണ്. അവസാനം അല്ലാഹു പറഞ്ഞു വബനീ, തന്റെ മക്കളെ കണ്ടാലും ഒരു മനുഷ്യനൊന്ന് ഓടുകയാണ്. മക്കളെ അവസാനം പറഞ്ഞ ഈ ദുനിയാവിലെ നമുക്ക് എന്തു സംഭവിച്ചാലും മക്കളെ സംരക്ഷിക്കാൻ നമ്മൾ നോക്കും. ജീവൻ കൊടുത്തും മക്കളെ സംരക്ഷിക്കില്ലേ ഉമ്മമാരുപ്പമാർ. എന്നാൽ മഹ്ശറിലെത്തിയാൽ അവിടെ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ ഓടുകയാണ്. എന്തേ അല്ലാഹ് കാരണം പറഞ്ഞത്, ലികുല്ലി ഇംറിഇം മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നീ. ഓരോ ആളുകൾക്ക് അവരുടേതായ ശുഗലുകളുള്ളതാണ്. എനിക്കവിടെ എന്റെ ബാപ്പ നരകത്തുക സ്വർഗത്തുക അതെനിക്ക് നോക്കാൻ സമയമല്ല. എന്റെ ഭാര്യ നരകത്തുക സ്വർഗത്തുക നോക്കാൻ സമയമല്ല. എന്റെ മക്കള് നരകത്തുക സ്വർഗം നോക്കാൻ സമയമല്ല. എന്റെ മകൻ ഇന്നെ കുറിച്ച് എന്റെ ബാപ്പ എവിടേക്ക് പോകണം നോക്കാൻ സമയമുണ്ടോ? ഇല്ല. എന്റെ മകന്റെ ചിന്ത അവന്റെ രക്ഷ മാത്രമാണ്. ബാപ്പയായ ഞാൻ ചിന്തിക്കുന്നത് എന്റെ രക്ഷ മാത്രമാണ്. എന്റെ ബാപ്പ ചിന്തിക്കുന്നതോ അവരുടെ രക്ഷ മാത്രമാണ്. എല്ലാവരും അവന്റെ സ്വന്തം കാര്യം മാത്രമാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ കറന്നിട്ട് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ എന്ന് വെള്ളിയാഴ്ച രാവണം നല്ലോണം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, നല്ല സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് മഹ്ശറിൽ മുത്തനബി തങ്ങളുടെ ഒരു പ്രത്യേക കാവലും സംരക്ഷണം ഉണ്ടാവും. നല്ലോണം സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹ്ശറിനെ കുറിച്ച് മുത്തനബി തങ്ങൾ പറഞ്ഞത് നോക്കി, ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടുകയാണ്. ആ മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കി നോക്കിയപ്പോ ഒരു ചെറിയ അളവ് തിന്മക്ക് തൂക്കം കൂടുതലാണ്. ഒരു ചെറിയ നന്മ ഇയാളുടെ നന്മയുടെ തുലാസിലേക്ക് വന്നാൽ ഈ മനുഷ്യന് സ്വർഗത്തിലെത്തിപ്പെടാം. നരകം ഇയാളുടെ മുമ്പിൽ വിധിക്കപ്പെടുന്ന സമയമാണ്. ഒരു ചെറിയ നന്മ, ഒരു അണു അളവ് നന്മ കിട്ടിയാൽ ഇയാൾക്ക് സ്വർഗത്തേക്ക് പോകാം. എങ്ങനെ തൂക്കിയാലും തിന്മക്ക് ഒരു കുറച്ച് ഭാരം കൂടുതലാണ്. മനുഷ്യന് നരകത്തേക്ക് തന്നെ കൊണ്ടുപോകണം, വേറെ മാർഗമല്ലല്ലോ. അപ്പൊ അള്ളാഹു ആ മനുഷ്യന്റെ ഒരു അവസരം കൊടുത്ത് എന്താണെന്നറിയോ, നിങ്ങൾ ഈ മഹ്ശറിലൂടെ ഒന്ന് ഇങ്ങനെ തെരഞ്ഞളി. എന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും ഒരു ചെറിയ നന്മ, ചെറിയ നന്മ, ഒരൊറ്റ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ അയാളെ ജീവിതകാലത്തിൽ ലക്ഷക്കണക്കിന് സുബ്ഹാനല്ലാഹ് പറയണ്ടേ, അതിന് ഒന്ന് ഇയാൾക്ക് കിട്ടിയാൽ മതി, ഇന്ന് ഇയാൾക്ക് സ്വർഗത്തേക്ക് എത്താം. നിങ്ങൾ ആരെങ്കിലും ഒന്നും കണ്ടിട്ട് ഒരു ദുനിയാവെന്ന് ചെയ്ത ഒരു സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് തരുമോന്നൊന്ന് ചോദിച്ചു നോക്കി എന്ന് പറയും. ഈ മനുഷ്യൻ എന്തൊരു സന്തോഷമാണ്.
ആയിരക്കണക്കിന് തരാൻ പറ്റിയ ആളുകൾ എനിക്ക് മഹ്ശറിലുണ്ടല്ലോ. അയാൾ അങ്ങനെ ആദ്യം തെരഞ്ഞു പിടിക്കുന്നത് എന്റെ മകനെയാണ്. ഇന്നൽ വാലിദ യതഅല്ലഖു ബിവലദിഹി യൗമൽ ഖിയാമ. ബാപ്പ മകന്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് മകനോട് പറയുന്നത്, പൊന്നുമോനെ, ഇന്നി കുൻതു വാലിദൻ ലക ഫിദ്ദുനിയാ, ദുനിയാവിൽ നിന്റെ ഉപ്പ ഞാനാണ്. നിന്നെ പോറ്റിയതും വളർത്തിയതും ഭക്ഷണം തന്നതും വസ്ത്രം തന്നതും ഞാനാണ്. എന്തിനാണ് ഞാൻ ഇവിടെ വന്നതെന്നറിയുമോ? ഖദ് ഇഹ്തജതു ഇലാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക. നീ ദുനിയാവിൽ നിന്ന് ചെയ്ത ഒരു ചെറിയ നന്മ ഉപ്പാക്ക് ആവശ്യമുണ്ട് കേട്ടോ. നീ ചൊല്ലിയ ലക്ഷക്കണക്കായ ദിക്റുകള്, സ്വലാത്തുകള്, തസ്ബീഹുകള്, ഒരുപാട് നിസ്കാരങ്ങൾ, നോമ്പുകൾ, സ്വതക്കകൾ, തറാവീഹുകൾ, ഖുർആനുകൾ, ധാരാളം അമലിന്റെ കയ്യിലില്ലേ? അതിൽ നിന്ന് കേവലം ഒരൊറ്റ സുബ്ഹാനല്ലാഹ് തന്ന് ഉപ്പയെ ഒന്ന് സഹായിക്കുമോ? എന്തിന്? ലാലി 5 ഒന്മാതറ പാകത നരകം വിധിച്ചിട്ടോ. അന്റെ ഒറ്റ സുബ്ഹാനല്ലാഹ് കിട്ടിയാല് ബാക്കി നരകത്തിന് രക്ഷപ്പെടട്ടോ. അപ്പോൾ മകൻ പറയുന്ന വർത്തമാനം കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഇന്നി അതഖവ്വഫു അലാ നഫ്സി മിസ്ല മാ തഖവ്വഫ്താ. നിങ്ങൾ പേടിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകം ഞാനും പേടിക്കുന്നുണ്ട് ഉപ്പാ. എന്റെ ഒരു സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് ദാനമായിട്ട് തന്നാൽ ഒരു പക്ഷേ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. എന്റെ കാര്യം അപ്പോൾ എനിക്ക് പേടിയിലാണ്. അതുകൊണ്ട് ഫലാ ഉതീഖു അൻ ഉഅദിയക ശൈആ, തരാൻ കഴിയില്ല ഉപ്പാ. മകൻ ഉപ്പയെ കൈയൊഴിയുകയാണ്. അയാൾ തന്റെ ഭാര്യയെ സമീപിക്കുകയാണ്, ബന്ധപ്പെട്ടവരെ സമീപിക്കുകയാണ്. എല്ലാവരെ സമീപിച്ചിട്ടും ഒരാൾ പോലും ഒരു സുബ്ഹാനല്ലാഹ് പകരം കൊടുക്കാതെ വരുമ്പോ ഈ മനുഷ്യനെ നരകത്തിൽ എറിയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പിന്നെ എന്റെ അവസ്ഥകൾ നോക്കണം. അതാ ഖുർആൻ പറഞ്ഞത്, അന്നിങ്ങനെ നോക്കണം. ചില ആളുകളുടെ മുഖം ഭയങ്കര പ്രകാശമാണ്. അവർ ചിരിക്കുകയാണ്, സന്തോഷത്തിലാണ്. ചില മുഖങ്ങളാകട്ടെ ആകെ പൊടിപുരണ്ടതാണ്. അവർ വിഷമത്തിലാണ്, അവർ കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങള്, പരിശുദ്ധ റമളാനിലെ 13ാമത്തെ രാവിലെ ഒരാൾ തറാവീ നിസ്കരിക്കുമ്പോ ആ മനുഷ്യർ നാളെ മഹ്ശറിൽ വരുമ്പോ അവരെല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകപ്പെട്ടവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് നമ്മളെ നിസ്കാരം അതിന് കാരണമാക്കി തരട്ടെ. ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്തോണ്ട് രക്ഷപ്പെടാൻ അല്ലാഹ് നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഒരു ചെറിയ മസാല ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് സാധാരണ ആദ്യത്തെ തറാവി തുടങ്ങുമ്പോൾ തറാവീന്റെ മുമ്പ് പള്ളിയിൽ കൂടിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊരാൾ വാട്സപ്പിൽ ചോദിച്ചതാണ്, 2 ദിവസം മുമ്പ് ചോദിച്ചതാണ്. നമ്മള് മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതലാണ് മൗമൂമിങ്ങൾക്ക് ശ്രേഷ്ഠമായത്. സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ തറാവിയിലൊക്കെ ഈ അവസാനം ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഓതുന്ന സമയത്ത് ഇമാം ഒരു സൂറത്തൊന്നും ഓതാനുള്ള സമയം തരൂല്ല. പിന്നെ ഇമാമിന്റെ സൂറത്ത് കഴിയുമ്പോത്തിന് ഫാത്തിഹ മുഴുവനാകൂല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ ഇമാമിന്റെ ഫാത്തിഹ കഴിയണീന്റെ മുമ്പ് തന്നെ ഫാത്തിഹ തുടങ്ങണീന് കുഴപ്പമുണ്ടോ എന്നാ ചോദ്യം. കുഴപ്പമുണ്ടോ? ഇല്ല. ചെറിയ സൂറത്തൊക്കെ ഓതുന്ന സമയത്ത് ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതാൻ നിന്നാൽ സമയം ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇമാമ് ഫാത്തിഹ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഫാത്തിഹ തുടങ്ങാം. അപ്പൊ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഓല ഫാത്തിഹ പൗതി ആവുമ്പോഴേക്കാരെ ഇമാമിന്റെ ഫാത്തിഹ കജ്ജല്. അപ്പൊ ഓല ഇമാമിന്റെ ഫാത്തിഹക്ക് എന്താകേണ്ടി വരും? ആമീൻ പറയേണ്ടി വരും. ആ ആമീൻ പറയൽ കൊണ്ട് ഓല ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയുകയുമില്ല. അപ്പൊ ആമീൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ ഫാത്തിഹ ആഴ്ചക്കൊന്നും ഓതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തായാ മതി? ആ ബാക്കിയുള്ള തന്നെ ഓതിയാ മതി. കുറെ സംശയങ്ങൾ ഇങ്ങനെ ആൾക്കാർ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് വാട്സപ്പിലോട് ചോദിച്ചിട്ടുണ്ടൊക്കെ പാടെ പറയാൻ സമയമല്ലല്ലോ. ഇന്ന് 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നമുക്കൊന്ന് ദ്വാർക്കണം, ചെറിയൊരു ദ്വാ. ഇന്ന് പുക്കൂത്തുള്ള ഒരു ഉസ്താദ് മത്സ്യങ്ങളൊക്കെ അറിഞ്ഞില്ല. പുക്കൂത്ത് മദ്രസയിൽ പഠിപ്പിക്കണേ, അതായത് പുക്കൂത്ത് മദ്രസയിൽ പഠിപ്പിക്കണ ഉസ്താദ് നൗഷാദ് മുസ്ലിയാരില്ലേ, പിന്നെ KK പാണ്ടിക്കാട് അങ്ങാടിയിൽ ഒരു ചെറിയ കച്ചവടം ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ ഏഷാക്ക് KK പാണ്ടിക്കാട് അങ്ങാടി പള്ളിയിൽ ഉണ്ടായിരുന്നു അല്ലേ.
അദ്ദേഹം ഇന്ന് രാവിലെ ജോലിക്ക് പോയതാണല്ലോ, മേലാറ്റൂര് വെച്ച് വേദന ഇളകി മരണപ്പെട്ടതാണ്. 40-43 വയസ്സുള്ളൂ. ചെറിയ കുട്ടിക്ക് 1 വയസ്സ് പ്രായമായിട്ടില്ലാറില്ലേ? ചെറിയ കുട്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നലെ തറാവി നിസ്കരിച്ച മനുഷ്യനാണ്. ഇന്ന് രാവിലെ പെരേന്ന് ജോലിക്ക് പോയതാണ്. നമ്മളെ പുക്കൂത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാണ്. അദ്ദേഹം ഇന്ന് മരിച്ച് 5:30 മണിക്കാണ് ഖബറടക്കിയത്. അള്ളാഹു ഖബറുടെ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അതേമാതിരി മിഞ്ഞാന്ന് ഇന്നലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, മിഞ്ഞാന്ന് ഒതുക്കുങ്ങല് ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് പിന്നെ എണ്ണ മറിഞ്ഞിട്ട് പൊള്ളലേറ്റു എന്ന് പറഞ്ഞു. അപ്പൊ അത് 3 ദിവസം മുമ്പാണ് ആ സഹോദരി മരിച്ചത് എന്ന് പറഞ്ഞു. 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്. കുട്ടി ഇങ്ങനെ ഉമ്മയെ ചോദിച്ച് കരന്നെയാണ്. ആ കുട്ടിക്ക് വേണ്ടി കണ്ടെന്ന് വേർക്കൊണ്ടി എന്ന് പറഞ്ഞു കണ്ട് ഒരാൾ ഇന്നലെ വിളിച്ച് പറഞ്ഞു. ഒരു ഫാത്തിഹ ഓതി നമുക്ക് എല്ലാവർക്കും വേണ്ടി വേർക്കൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരവും ഞങ്ങളെ മജ്ലിസും ഞങ്ങൾ പറഞ്ഞ ഇൽമും നോമ്പും ഒക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത അമലുകളുടെ ഒക്കെ മിഥ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളെ ഹദറത്തുക്ക് എത്തിക്കണേ അല്ലാഹ്. ബാപ്പയും ഉമ്മയും വല്യമ്മയും വല്യപ്പയും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും പേരക്കുട്ടികളും പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. റബ്ബേ, ഇന്ന് വെള്ളിയാഴ്ച രാവാണോലൊക്കെ ഞങ്ങളെ നന്മ കാത്തിരിക്കുന്ന സമയമാണ്. വലിയ വെളിച്ചമായി ഞങ്ങൾ ഈ ദുആ മജ്ലിസ് അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഖബറിടം സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട നൗഷാദ് മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിലെ ആദ്യത്തെ രാത്രിയാണിത്. അദ്ദേഹത്തിന്റെ മണ്ണറയെ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബറിലെ ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഈ ദുആ മജ്ലിസും കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ഒതുക്കുങ്ങലുള്ള ഷഫീഖ് എന്ന സഹോദരന്റെ ഭാര്യ പൊള്ളലേറ്റ് 2-3 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. ആ സഹോദരിയുടെ ഖബറിടം സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹ്. അബ്ബേ, അവരുടെയൊക്കെ മക്കളെയും കുടുംബങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അമ്പംകുന്നുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതനുണ്ട്, നിഷാദ് ഖാദിരി മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ അളിയൻ ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇപ്പൊ ഇവിടെ 16ാമത്തെ ആണ്ട് വരികയാണെന്ന് പറഞ്ഞൊരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു ആരൊക്കെയാണ് ഞങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അവരിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളെ ഖബറിലേക്ക് നീ മജ്ലിസ് എത്തിക്കണേ അല്ലാഹ്. അബ്ബേ, അവർക്കൊക്കെ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. അബ്ബേ, ഞങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, ആ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അബ്ബേ, തോബക്കും വസിയത്തിനും അവസരം ലഭിക്കാത്ത മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആരോഗ്യത്തോടെ നിന്റെ പൊരുത്തത്തിൽ ഒരുപാട് കാലം ജീവിക്കാനും മരണം ഖൈറാകുമ്പോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ മജ്ലിസ് അതിന് കാരണമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, വലിയ തിരക്കുള്ള ആളുകളാണ്, എന്നിട്ടും എല്ലാ ദിവസവും ഈ ക്ലാസ്സിനും ദുആക്കൊക്കെ സമയം ചെലവഴിച്ച് ഇവിടെ ഇരിക്കുന്നത് കാരണം ഞങ്ങളെ മരണശേഷവും ഇത്തരം ധാരാളം ദുആകൾ മജ്ലിസുകൾ ഞങ്ങൾ അറിയാത്തത് ഞങ്ങൾക്ക് ലഭിക്കാനും അതൊക്കെ ഖബറിൽ കടന്ന് സന്തോഷത്തോടെ അനുഭവിക്കാനും ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.